ഒൻപതാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് हिंदी പാഠപുസ്തകത്തിലെ രണ്ടാമത്തെ പാഠ അവതരണത്തിലേക്ക് സ്വാഗതം. प्यारे भाई और बहनों, आज भाग्य का दिन है. आज हम प्रार्थना से फिल्मी क्षेत्र में पदार्पण करेंगे. वी आर गोइंग टू एंटर इनटू द फील्ड ऑफ सिनेमा. सिनेमा രംഗത്തേക്ക് നമ്മൾ കാലുവെക്കാൻ പോവുകയാണ്. कैसे? अब देखिए, पाठ का नाम टीवी है. वहाँ क्या भी लिखा है? पटकथा. ये एक कहानी नहीं, भाषण नहीं, डायरी नहीं, कविता नहीं, एकांकी नहीं. टीवी शीर्षक पर आपको एक पाठ मिला है, वह तो एक पटकथा है. पटकथा माने पढ़ के लिए जो कहानी लिखी हुई है वही पटकथा है. पट माने स्क्रीन. സ്ക്രീനിന് വേണ്ടി എഴുതപ്പെടുന്ന കഥയാണ് തിരക്കഥ. തിരശ്ശീലയ്ക്ക് വേണ്ടി, സ്ക്രീനിന് മലയാളത്തിൽ പറഞ്ഞു പോരുന്ന ഒരു വാക്കാണ് തിരശ്ശീല. സിനിമാ കൊട്ടകയിലേക്ക് തിരശ്ശീല എന്നാണ് പറയുന്നത്. അപ്പോൾ पढ़ के लिए या स्क्रीन के लिए जो कहानी लिखी है वही तो पटकथा है. ഒരു മൂലകഥയെ, ഒരു ബേസ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയെ, അതിൻ്റെ സന്ദർഭങ്ങളെ, സിറ്റുവേഷൻസിനെ വിവിധ ദൃശ്യമേ ബാണ്ടിക്കർ, ദൃശ്യമാണ് സീൻ, വിവിധ സീനുകളിലായി തിരിച്ച് സ്ക്രീൻ പർ യാ പട് പർ ദിഖാനെ കെ ലിയെ, സ്ക്രീനിൽ കാണിക്കുന്നതിന് വേണ്ടി ആവശ്യമായ തത്വങ്ങളെല്ലാം ചേർത്ത് എഴുതുന്ന കഥയാണ് പട്കഥ. കഥ, തിരക്കഥ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഐസാ ഹേ തോ പട്കഥ കാ ജന്മ മൂൽ കഥാ സേ ഹോത്താ ഹെ. ഒരു നല്ല കഥയില്ലാതെ പറഞ്ഞു കേട്ടതോ വായിച്ചു കേട്ടതോ വായിച്ചറിഞ്ഞതോ ആയ ഒരു മൂലകഥയില്ലാതെ തിരക്കഥ ഉണ്ടാവില്ല. അപ്പോൾ पटकथा का जन्म मूल कथा से ही होता है. ऐसा है तो एक कहानी को पटकथा के रूप में बदलने के लिए जरूर 6 तत्वों पर ध्यान देना है. एक कहानी को, कहानी बड़ी हो या छोटी, एक कहानी को पटकथा के रूप में बदलने के लिए 6 तत्वों पर जरूर ध्यान देना है. ഒരു കഥയെ തിരക്കഥയാക്കി മാറ്റുന്നതിന് 6 തത്വങ്ങൾ അടിസ്ഥാനപരമായി അറിഞ്ഞിരിക്കണം. നിങ്ങളോടിപ്പോൾ പരീക്ഷയ്ക്കായാലും അല്ലെങ്കിൽ തൽക്കാലം 10ാം ക്ലാസ് കഴിയുന്നത് വരെ വലിയ തിരക്കഥയൊന്നും എഴുതാൻ ഹിന്ദിയിൽ ആരും പറയില്ല. നമ്മൾ ബാലപാഠം പഠിക്കുന്നത് കൊണ്ട്, പഠിച്ചു തുടങ്ങുന്നതേ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് നിങ്ങളുടെ പാഠപുസ്തകത്തിലെ ഏതെങ്കിലും ഒരു കഥയുടെ സന്ദർഭത്തെ ഒരു തിരക്കഥാ രൂപത്തിലാക്കാനാണ് പറയുന്നത്. അങ്ങനെ ഒരു സീൻ നിർമ്മിക്കണമെങ്കിൽ पटकथा का एक दृश्य, इसको रूप देने के लिए जरूर 6 तत्वों पर ध्यान देना है. 6 പോയിന്റുകൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ദൃശ്യ കബ് ഹോത്താ ഹെ, ഈ സീൻ എപ്പോൾ നടക്കുന്നു? പകലോ രാത്രിയോ, പ്രഭാതത്തിലോ 10 മണി നേരത്തോ, ഉച്ചയ്ക്കോ, മധ്യാഹ്നത്തിലോ, 4 മണിക്കോ, രാത്രിയിലോ, പാതിരാത്രിയിലോ, സമയക്കി സൂചന. അപ്പം നമ്മൾ ഇക്കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കണം. एक कहानी को पटकथा के रूप में बदल करने के लिए मुख्यतया 6 तत्वों पर ध्यान देना है. पहला है नंबर 1 कब, ബ്രാക്കറ്റിൽ സമയക്കി സൂചന. ഈ സീൻ എപ്പോഴാണ് നടക്കുന്നതെന്ന് പറയണം. 2 കഹാം, എവിടെ, एक दृश्य कहाँ होता है. तीसरा क्या क्या, इस दृश्य में क्या क्या होते हैं. മലയും പുഴയും പർവ്വതവും കാടും കുളവും കാവും കടൽ തീരവും കാറുകളും വാഹനങ്ങളും ഒക്കെ ഉണ്ടോ? എന്തൊക്കെ ഉണ്ടാവണം? അതവിടെ കൃത്യമായി കാണിച്ചിരിക്കണം. क्या क्या होते हैं. और चौथा कौन कौन, इस दृश्य में कौन कौन होते हैं. केवल मनुष्य ही नहीं, പക്ഷിമൃഗാദികളും ഒക്കെ, പട്ടിയും പൂച്ചയും ഒക്കെ അവിടെ വരാം, പക്ഷികളും ഒക്കെ അവിടെ വരാം. എന്തൊക്കെ അവിടെ നേരത്തെ മുൻകൂട്ടി ഉണ്ടാവണമെന്ന് തീരുമാനിക്കുന്നുവോ ആ കാര്യങ്ങളെല്ലാം കോൻ കോൻ ഹേ എന്നുള്ള അവിടെ എഴുതിയിട്ടുണ്ടാവണം. ഈ സീനിൽ ആരൊക്കെ ഉണ്ടാവണം. എക്സാമ്പിളൊക്കെ ഞാൻ പറഞ്ഞു തരാം, ഒരു ടെൻഷനും വേണ്ട. 5ാമത്തെ പോയിന്റ്, പ്രത്യേക പാത്രക്ക പരിചയം. ഓരോ കഥാപാത്രത്തെയും പരിചയപ്പെടുത്തണം. സുമേഷ്, സുശീല, രാജു, റാണി ഇങ്ങനെ എഴുതിയാൽ പോരാ. ഹരേക്ക് പാത്രക്ക് ആയു,
वेश और मनोदशा भी वहां लिखना है. हर एक पात्र की आयु, വേഷ് ഓർ മനോദശ, ഓരോ പാത്രത്തിൻ്റെയും ഓരോ കഥാപാത്രത്തിൻ്റെയും പ്രായം, ആ സീനിൽ ധരിച്ചിരിക്കുന്ന ഡ്രസ്സ്, അവരുടെ മനോദശ. മാനെ മലയാളത്തിൽ പറയുന്ന ഇംഗ്ലീഷ് വാക്ക് മൂഡ്. അപ്പോൾ അത് ഇംഗ്ലീഷാണോ മലയാളമാണോ നമുക്ക് സംശയമാണ്. ഇംഗ്ലീഷ് വാക്കാണ് മൂഡ്. സങ്കടഭാവത്തിൽ, ദുഃഖഭാവത്തിൽ, നിരാശാഭാവത്തിൽ, ആത്മവിശ്വാസത്തോടെ ഇങ്ങനെ ആ കഥാപാത്രത്തിൻ്റെ ഒരു കണ്ടീഷൻ, ഒരു മൂഡ് കൂടി നമ്മളവിടെ പറഞ്ഞെങ്കിൽ മാത്രമേ അങ്ങനെ അഭിനയിക്കാനൊക്കെ സംവിധായകൻ അവരോട് പറയാൻ പറ്റൂ. അപ്പോൾ 5 പോയിൻ്റ് കഴിഞ്ഞു. സീൻ എപ്പോൾ നടക്കുന്നു? കബ്. എവിടെ നടക്കുന്നു? കഹ. സീനിൽ എന്തൊക്കെയുണ്ട്? ക്യാക്യ. സീനിൽ ആരൊക്കെയുണ്ട്? കോൻ കോൻ. और प्रत्येक पात्र का परिचय, आयु, वेश और मनोदशा के साथ. और अंतिम तत्व आपको जानते हैं, वार्तालाप है. നമ്മൾ എത്രയോ കാലമായിട്ട് 5ാം ക്ലാസ് മുതൽ വാർത്താലാപ് എഴുതുന്നുണ്ട്. സംഭാഷണം, സംവാദ്, ബാത്ചീത്ത് യാ വാർത്താലാപ്. സംഭാഷണം, ബാത്ചീത്ത് എന്നോ വാർത്താലാപെന്നോ എന്ത് വേണേ പറഞ്ഞു, ഡയലോഗ്. ഇതാണ് സംഭവം. പക്ഷേ ഇവിടെ നമ്മൾ സാധാരണ പരീക്ഷയ്ക്ക് ഇതുവരെ എഴുതിയൊരു വാർത്താലാപ് പോലെ എഴുതിയാൽ പോരാ. പിന്നെ ഇവിടുത്തെ വാർത്താലാപിനൊരു ചെറിയ വ്യത്യാസമുണ്ട്. ക്രിയാകലാപ് കി സൂചന കെ സാത്ത് പാത്രോം കാ സംവാദ്. അതെന്താണ്? നമ്മൾ സാധാരണ വാർത്താലാപ് എഴുതി രാജു, രമ. രാജു എന്ന് എഴുതി 2 കുത്തിട്ടിട്ട് രമ ഇധറാവോ. ഇപ്പോൾ നമ്മൾ എഴുതുന്നത്, തിരക്കഥയിൽ നമ്മൾ എഴുതുമ്പോൾ ഈ രമയെ ഇങ്ങോട്ട് വിളിക്കുന്നതിന് മുമ്പ് ഈ രാമു എന്തെങ്കിലും അവിടെ ചെയ്യുന്നുണ്ടെങ്കിൽ അതുകൂടെ അവിടെ കാണിക്കണം. രാമു എന്ന് കുത്തിട്ടിട്ട് രമയുടെ അടുത്തേക്ക് നീങ്ങി നിന്നുകൊണ്ട് രമ ഇതറാവോ. അപ്പോൾ എന്താണ്? ക്രിയാകലാപ് കി സൂചന കെ സാത്ത് സംവാദ് എന്ന് പറഞ്ഞാൽ ആ ഡയലോഗ് പ്രസൻറ്റ് ചെയ്യുന്നതിനോടൊപ്പമോ അതിനു മുൻപോ ആ കഥാപാത്രം അവിടെ എന്ത് ആക്ഷനാണ് ചെയ്യുന്നത് എന്നുകൂടി നമ്മൾ കാണിക്കുമ്പോൾ എൻ്റെ പൊന്നു കൂട്ടുകാരെ, തിരക്കഥയായി. ഈ സീൻ നമ്പർ 1 കബ് എപ്പോൾ നടക്കുന്നു, കഹാം എവിടെ നടക്കുന്നു, ക്യാ ക്യാ ഹെ അതിൽ ആ സീനിൽ എന്തൊക്കെ ഉണ്ട്, കോൻ കോൻ ഹെ ആരൊക്കെ ഉണ്ട്, പാത്രവും കാ പരിചയ കഥാപാത്രങ്ങളെ ഡ്രസ്സും പ്രായവും മൂടുമൊക്കെ വെച്ച് പരിചയപ്പെടുത്തി. ഓർ ക്രിയാകലാപ് കി സൂചന കെ സാത്ത് പാത്രവും കാ സംവാദ്, അവർ ചെയ്യേണ്ട ആക്ഷൻ്റെ സൂചന കൂടി ചേർത്തുകൊണ്ട് അവിടെ ഡയലോഗും കൂടി എഴുതുമ്പോൾ തിരക്കഥയായി. ഈ 6 തത്വങ്ങൾ മനസ്സിലിരിക്കട്ടെ. ഈ 6 തത്വങ്ങളിലൂടെയാണ് ഒരു കഥയെ തിരക്കഥയാക്കുന്നതെങ്കിൽ टीवी शीर्षक पर आपके सामने एक पटकथा है, इसकी मूल कथा कौन है. ആ ടി വി എന്ന് പറയുന്ന തിരക്കഥ ഏത് മൂലകഥയെ ആധാരമാക്കിയാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് അറിഞ്ഞിട്ട് വേണം തിരക്കഥ വായിക്കാൻ. टी वी शीर्षक पर भी एक कहानी है. कहानी और पटकथा की रचना श्री वरुण ग्रोवर ने की है. वरुण ग्रोवर हिंदी के मशहूर പട്കഥാകാർ ഹെ, ഗീത്കാർ ഹെ और നിർദ്ദേശക് ഹെ. ഹിന്ദിയിലെ അതിപ്രസിദ്ധനായ തിരക്കഥാകൃത്തും ഗാനരചയിതാവും സംവിധായകനുമാണ് ശ്രീ വരുൺ ഗ്രോവർ. അദ്ദേഹം തന്നെ എഴുതിയ टी वी नामक एक कहानी से ही टीवी शीर्षक पर एक पटकथा का जन्म भी हुआ है. तो आप पहले एक कहानी सुनिए. ഒരു കഥയിലെ രംഗങ്ങളെ, ഒരു കഥയിലെ സന്ദർഭങ്ങളെയാണ് നമ്മൾ തിരക്കഥയാക്കുന്നതെങ്കിൽ ഈ തിരക്കഥ, ടി വി തിരക്കഥയുടെ ആ രംഗങ്ങൾ നമുക്ക് സമ്മാനിക്കുന്ന കഥയിലെ രംഗങ്ങൾ നമ്മൾ ആദ്യം ഒന്ന് അറിയണം. देखिए, गोबू नामक एक छोटा लड़का, उसके गांव में टीवी नहीं है, लेकिन वह टीवी देखना चाहता है. अपने पार वाले गांव में जाकर टीवी देखने की इच्छा उसके मन में है. एक आशा उसने अपने दोस्तों से भी कही. ഗോപു എന്ന് പറയുന്നൊരു 10 വയസ്സുകാരൻ, ഒരു മലമ്പ്രദേശത്താണ് അവൻ താമസിക്കുന്നത്. കുന്നും മലയും ഒക്കെ അവിടെ ഉണ്ട്. റേഞ്ചിൻ്റെ പ്രശ്നം ഉള്ളതുകൊണ്ടാവാം ഇതുവരെ അവിടെ ടി വി വന്നിട്ടില്ല. ആ 10 വയസ്സുകാരന് നിങ്ങളെപ്പോലെ തന്നെ ടി വി കാണാനും വലിയ ആഗ്രഹം. അപ്പോൾ എന്ത് സംഭവിച്ചു? एक बार गोबू ने टीवी देखा है, पार वाले गांव में अपने बाबा के साथ मनोहर चाचा के घर में. ഒരു തവണ ഗോപു ടി വി കണ്ടിട്ടുണ്ട് ഇതിനു മുമ്പ്. പാർവാലെ ഗാവുമേ, അടുത്തുള്ള ഗ്രാമത്തിൽ,
മനോഹർ എന്ന് പറയുന്ന ഒരാളിൻ്റെ വീട്ടിൽ അപ്പനെ ബാബാ കെ സാത്ത് തൻ്റെ മുത്തശ്ശൻ്റെ കൂടെ ഒരിക്കൽ അവിടെ പോയി ഈ ടി വി ഒരു തവണ കണ്ടതാണ് നമ്മുടെ ഗോപു. एक बार भी वहाँ जाने की आशा उसके मन में बढ़ती है. एक बार भी पार वाले गांव में मनोहर चाचा के घर पहुंच कर टीवी देखने की आशा उसके मन में बढ़ रही है. ഇതൊന്നാമത്തെ സന്ദർഭം. ഒരു തവണ കൂടി ആ അയൽവക്ക ഗ്രാമത്തിൽ പോയി മനോഹർ ചാച്ചയുടെ വീട്ടിൽ ചെന്ന് ആ ടി വി ഒന്ന് കണ്ടുവരാൻ അവന് വലിയ ആഗ്രഹം. अपनी आशा उसने अपने दोस्तों से भी कही. ലല്ലു നാമക് ഏക് ദോസ്ത് ഓർ ചുന്നി നാമക് ഏക് ദോസ്തിൻ. ലല്ലു എന്നു പേരുള്ള കൂട്ടുകാരനും ചുന്നി എന്നു പേരുള്ള കൂട്ടുകാരിയും അവരോട് കശി കാര്യം പറഞ്ഞു. മേരെ സാത്ത് ആവോ, പാർവാലെ ഗാവ് में जाकर हम टीवी देखेंगे. वहाँ मनोहर चाचा के घर में टीवी है. जरूर हम वहाँ टीवी देखेंगे. आइए मेरे साथ. കൊച്ചു പിള്ളേരാ എല്ലാം. 8-10 साल के बच्चे. പൊടിപ്പിള്ളേരാ, ഞരമണിയേ ഉള്ളൂ. ഗോപു ഇങ്ങനെ പറഞ്ഞപ്പോൾ ലല്ലുവും ചുന്നിയും കിസി സേ കഹ്നെ കെ ബിനാ വേ തീനോം टीवी देखने के लिए पार वाले गाँव की ओर चले. കിസി സേ കഹ്നെ കെ ബിനാ അബദ്ധമാണ്. ആരോടും പറയാതെ തൊട്ടടുത്ത ഗ്രാമത്തിലേക്ക് ടി വി കാണാൻ മൂന്നും കൂടി വെച്ച് അടിക്കുകയാണ്. ഗോപു അവരോട് പറയുന്നുണ്ട്, दोपहर के बाद हम जाएंगे. शाम को हम वापस आएंगे. നമ്മുടെ ദൊപ്പഹർ ഉച്ച കഴിഞ്ഞ നേരത്തെ അമ്മമാരൊക്കെ ഒരു മയങ്ങുന്ന സമയമില്ലേ. ദൊപ്പഹർ കെ ബാദ് ഹം ജായേങ്കെ ഓർ ഷാം കോ ഹം വാപ്പസ് ആയേങ്കെ. എടാ നമ്മൾ ആ കുന്നിറങ്ങി അപ്പുറത്തെ ഗ്രാമമായി. അവിടെ ചെന്ന ടി വി കണ്ട് സന്ധ്യയോടുകൂടി നമുക്കിഞ്ഞ് വരാമെന്നും പറഞ്ഞ് ഈ ചുന്നിയെയും ലല്ലുവിനെയും കൂടി വിളിച്ചുകൊണ്ട് നമ്മുടെ ഗോപു പാർവാലെ ഗാവ് കി ഓർ ये तीनों जाते हैं. रास्ते में तेजी से एक बस गाड़ी आई. तीनों बच्चे सड़क के बीच में थे. ड्राइवर ने जल्दी ही ब्रेक लगाया और ड्राइवर ने तीनों बच्चों को बहुत डांटा. ഇങ്ങനെ റോഡൊക്കെ മുറിച്ച് അല്പം ടെൻഷനൊക്കെ അടിച്ചാണ് അടുത്തുള്ള ഗ്രാമത്തിലേക്ക് പോകുമ്പോൾ പെട്ടെന്നൊരു ബസ് വന്നു. 3 പിള്ളേരും റോഡിൻ്റെ നടുക്ക്. ഡ്രൈവർ പെട്ടെന്ന് ബ്രേക്ക് ഇട്ടു. അങ്ങനെ സ്പീഡിൽ വണ്ടി ഓടിച്ചുകൊണ്ട് വരുമ്പോൾ 3 പിള്ളേർ റോഡിൻ്റെ നടുക്ക് കയറി നിന്ന ഡ്രൈവർ മാമൻ എന്തെങ്കിലുമൊക്കെ പറയുമല്ലോ. ഡ്രൈവറിനെ ഉൻ തീനോങ്കോ ബഹുത്ത് ഡാണ്ട. ഒത്തിരി വഴക്ക് പറഞ്ഞു. ചുന്നി ബഹുത്ത് ഡർ ഗയി. समय चल रहा है. मनोहर चाचा का घर अभी तक दिखाया नहीं. മനോഹർ ചാച്ചയുടെ വീട് ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. ഗോപുനെ मित्रों से कहा था मनोहर चाचा का घर में जानता हूँ, और सब्जी मंडी के पास है और मनोहर चाचा के घर के छत पर आंटीना है. എടാ എനിക്കറിയാവിടെ മനോഹർ ചാച്ചയുടെ വീട്. നിങ്ങൾ ടെൻഷൻ പിടിക്കാതെ എൻ്റെ കൂടെ നിൽക്ക്. മനോഹർ ചാച്ചയുടെ വീട് നമ്മുടെ മാർക്കറ്റിൻ്റെ അടുത്താണ്. തന്നെയല്ല മനോഹർ ചാച്ചയുടെ വീടിൻ്റെ മണ്ടയ്ക്ക് ടെറസിൽ ആൻറ്റിന ഉണ്ട്. 1 വർഷം മുമ്പാണ് ഗോപു അവിടെ വന്നത്. अब तो क्या हुआ, सभी घरों के छत पर आंटिना ही आंटिना है. സർവ്വ വീടുകളുടെ മണ്ടയ്ക്ക് ഇപ്പോൾ ആൻറ്റിന ഇരിക്കുകയാണ്. അതിനകത്തുനിന്ന് മനോഹർ ചാച്ചയുടെ വീട് എങ്ങനെ കണ്ടുപിടിക്കാൻ? शाम हो रहा है. तीनों बच्चे डर और निराशा के कारण बहुत थक गए. ഗോപു രോനെ ലഗ. വീട് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. നേരം സന്ധ്യയാകുന്നു. തിരിച്ച് ഗ്രാമത്തിൽ ചെല്ലണം. ടെൻഷനായി. സംഘ നേതാവ്, ഗ്രൂപ്പ് ലീഡർ ഗോപു രോനെ ലഗ. ഒരുത്തം തുടങ്ങിയാൽ മറ്റേത് വിടുവോ? ലല്ലു ഓർ ചുന്നി ഭീ രോനെ ലഗെ. 2 പിള്ളേരും കൂടെ 3 എണ്ണവും കൂടെ സड़क के बीच में खड़े होकर 3 बच्चे जोर जोर से रो रहे हैं. लोग जमा हो गए वहाँ. ആൾക്കാർ ഓടിയെത്തി. क्या हुआ? गोबू ने सभी बातें लोगों से कही. നടന്ന എല്ലാം പറഞ്ഞു. किसी से कहने के बिना हम इधर पहुँचे हैं. मनोहर चाचा का घर किधर है हम नहीं जानते हैं. हमें टीवी देखना है. കരച്ചിലൂടെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. इसके बीच में मनोहर चाचा भी वहाँ आया. मनोहर चाचा तीनों बच्चों को लेकर अपना घर पहुंचा. खबर मिली बाबा को भी. गांव से बाबा भी उधर पहुंचे. വന്നതല്ലേ എല്ലാം കൂടെ, ഏതായാലും ടി വി കാണട്ടെ. മനോഹർ चाचा ने टीवी का बटन दबाया. टीवी जब मनोहर चाचा ने टीवी का बटन दबाया तब टीवी में रोशनी आई. ലൈറ്റ് വന്നു.
ജാദൂയി ആവാസായി എന്തൊക്കെയോ ചില ശബ്ദങ്ങൾ വന്നു. ദേഖോ ദേഖോ. അപ്പം ഗോപുവിന് മൂടായി. ലല്ലി ദേഖോ, ലല്ലു ചുന്നി ദേഖോ, ടി വി रोशनी आवाज. बिजली चली गई, करंट पोई. इस मूल कथा को आधार बनाकर श्री वरुण ग्रोवर ने ही पटकथा की रचना भी की है, 6 तत्वों के आधार पर ही. ഈ ഒരു ചെറിയ കഥയെ, ഇതിലെ സന്ദർഭങ്ങളെ, ഗോപുവിൻ്റെ മനസ്സിലെ ആഗ്രഹം തുടങ്ങി ഇങ്ങനെ വന്ന അവസാനം മനോഹർ ചാച്ചയുടെ വീട്ടിലെത്തി കരണ്ട് പോകുന്നത് വരെയുള്ള ഈ കഥയെ 7 സീനുകളിലാക്കി വരുൺ ഗ്രോവർ നിങ്ങൾക്കായി ഒരു ചെറിയ ഏതെങ്കിലും ഹ്രസ്വചിത്രം നിർമ്മിക്കാൻ വല്ലതും എഴുതിയ തിരക്കഥയായിരിക്കും, നമുക്കത് പഠിക്കാനായി തന്നിരിക്കുകയാണ്. അപ്പോൾ ആ തിരക്കഥയിൽ നിർബന്ധമായും എന്തെല്ലാം കാര്യങ്ങൾ കാണണം? കബ്ബ്, കഹാം, ക്യാ, കോൻ കോൻ, പാത്രോം കാ പരിചയ്, ക്രിയാ കലാപ് കി സൂചന കെ സാത്ത് സംവാദ്. നമുക്ക് നോക്കാം. ഇതാണല്ലോ നമ്മുടെ TV പട്കഥ. ഈ TV ശീർഷക് പട്കഥയിൽ ഈ 6 തത്വം ഉണ്ടോ എന്നൊന്ന് നോക്കിക്കേ. സീൻ 1. ഗോപു കെ ഘർ കെ ബാഹർ കി കച്ചി സഡക് दोपहर के 2 बजे हैं. दोपहर के 2 बजे ഉച്ചതിരിഞ്ഞ് 2 മണി നേരം. കബ്ബ്. ഗോപു കെ ഘർ കെ ബാഹർ കി കച്ചി സഡക്. ഗോപുവിൻ്റെ വീടിന് മുൻപിലുള്ള തകർന്നു കിടക്കുന്ന റോഡ്. കഹാം. സീൻ എവിടെ നടക്കുന്നു? പഹാടി ഇലാക്ക. ദൂർ ദൂർ തക്ക് ഭൈലേ പഹാഡ് ദിഖ് രഹേ ഹേ. എന്തൊക്കെ ഉണ്ട് ഈ രംഗത്ത്? ക്യാ ക്യാ. ഒരു കുന്നും മലമ്പ്രദേശമാണ്. ദൂർ തക് ഭൈലേ പഹാഡ് ദിഖ് രഹേ ഹേ. ദൂരെയായി ഇങ്ങനെ പരന്നു കിടക്കുന്ന മലകളും കുന്നുകളും കണ്ടു. ആ സീനിൻ്റെ ബാക്ക്ഗ്രൗണ്ടാണ്. അതാണ് ക്യാ ക്യാ ഹേ എന്ന് പറഞ്ഞത്. करीबन 8-10 साल की उम्र के 3 बच्चे ഗോപു, ചുന്നി ഓർ ലല്ലു കച്ചേ രാസ്തേ പർ ഖടേ ഹേ. 3 പിള്ളേർ, 8-10 വയസ്സ് പ്രായമുള്ള 3 പിള്ളേർ. അപ്പോൾ വീട്ടിൻ്റെ മൂഡിൽ നിൽക്കുമ്പോൾ അവരുടെ ഡ്രസ്സ് എന്താണെന്ന് നമ്മുടെ സ്വാഭാവികമായി സംവിധായകൻ ഊഹിക്കാം. അപ്പോൾ അവരുടെ ആ ഒരു ഡ്രസ്സ് പരിചയം ആ സിറ്റുവേഷൻ്റെ ആ അവസ്ഥ കൊണ്ട് തന്നെ അവിടെ വന്നു. അതുകൊണ്ടാണ് അവരുടെ ഡ്രസ്സ് ഇവിടെ പ്രത്യേകിച്ചെടുത്ത് പറയാത്തത്. അപ്പോൾ ആ 10 साल की उम्र के 3 बच्चे ഗോപു, ചുന്നി ഓർ ലല്ലു കച്ചേ രാസ്തേ പർ ഖടേ ഹേ. ഗോപു ദേഖ്നെ സേ ഹി ബാക്കി ദോനോ പർ ഹാവി ലഗ്താ ഹേ. ഈ ഹാവി ലഗ്ന എന്ന് പറഞ്ഞാൽ ഡൊമിനേറ്റ് എന്നൊരു ഇംഗ്ലീഷ് വാക്കിൻ്റെ ഹിന്ദി വാക്കാണ് ഹാവി ലഗ്ന എന്ന് പറഞ്ഞാൽ കൺട്രോൾ സംബഡി ബിക്കോസ് യു ആർ സ്ട്രോങ്ങർ ഓർ മോർ ഇമ്പോർട്ടൻറ്റ്. മറ്റുള്ളവരെക്കാൾ ഇച്ചിലൂടെ ബലവാൻ, കേമൻ, നിങ്ങളാണ് മറ്റുള്ളവരെയൊക്കെ നിയന്ത്രിക്കുന്നത് നിങ്ങളാണെന്നുള്ള മട്ടിൽ ഉള്ള ആ ഒരു സ്വഭാവ അവതരണമാണ് ഹാവി ലഗ്ന എന്ന് പറയുന്നത്. ഇവിടെ ഗോപു അങ്ങനെയാണ് നിൽക്കുന്നത്. ഈ ലല്ലുവും ചുന്നിയും ഒക്കെ ഞാൻ പറയുന്നത് കേൾക്കുന്ന പിള്ളേരാണെന്നുള്ള മട്ടിൽ അവൻ നിൽക്കുന്നു. ബഗ് സമീൻ പർ ചുകാ ഹേ ഓർ കുച്ച് ഉഠാനെ കി കോശിഷ് കർ രഹാ ഹേ ഉസ്കെ ഹാത്ത് മേ മക്കോടാ ഹേ. അവൻ താഴേക്ക് കുനിയുന്നു. കുനിഞ്ഞ് അവിടെ നിന്ന് എന്തോ പറക്കിയെടുക്കുന്നു. കൈവെള്ളയിൽ 2-3 ചെറിയ പുഴുക്കൾ പോലുള്ള പ്രാണികൾ. അപ്പോൾ കലാസംവിധായകൻ ഈ പുഴുക്കളെയൊക്കെ അവിടെ അറേഞ്ച് ചെയ്ത് വെക്കണമെങ്കിൽ ക്യാ ഹേ എന്നുള്ള കാര്യം ഓർത്ത് അതെല്ലാം അവിടെ നമ്മൾ എഴുതി വെക്കണം. അല്ലെങ്കിൽ ചിലപ്പോൾ എടുക്കുന്നത് വേറെ വല്ല സാധനവും പ്ലാസ്റ്റിക്കൊക്കെ ആയിപ്പോവും. അപ്പോൾ ഇങ്ങനെ നോക്കിക്കേ, കബ്ബ് വന്നു, കഹാം വന്നു, ക്യാ വന്നു, പാത്രോം കാ പരിചയം വന്നു. ഇനി എന്താണ്? ക്രിയാകലാപ് കി സൂചന കെ സാത്ത് സംവാദ്. നോയിക്കേ, ഗോപു 2 കുത്തവിടെ കൊടുത്തിട്ട് ഗോപുവിൻ്റെ ഡയലോഗ് തുടങ്ങുന്നതിന് മുമ്പ് ബ്രാക്കറ്റിൽ ചുന്നിക്കോ മക്കോട പക്കടാത്തേ ഹുയേ. ചുന്നിയുടെ കയ്യിലോട്ട് ആ പുഴുക്കളെ പിടിപ്പിച്ചുകൊണ്ട് ലേ നടി. ഇതാണ് തിരക്കഥ. ഇപ്പം ഈ കണ്ട ഈ സീനിനെ മലയാളത്തിലൊന്ന് വായിച്ചാൽ ഇങ്ങനെ ഇരിക്കും. സീൻ 1. ഉച്ചതിരിഞ്ഞ് 2 മണി നേരം. ഗോപുവിൻ്റെ വീടിന് പുറത്തുള്ള തകർന്നു കിടക്കുന്ന റോഡ്, മലയോരം, ദൂരം വ്യാപിച്ചു കിടക്കുന്ന ചെറുതും വലുതുമായ മലകളും കുന്നുകളും. ഏകദേശം 8-10 വയസ്സ് തോന്നിക്കുന്ന 3 കുട്ടികൾ ഗോപു, ലല്ലു, ചുന്നി റോഡിൽ നിൽക്കുന്നുണ്ട്. മറ്റുള്ള 2 പേരെക്കാളും ബലവാൻ താനാണെന്ന ഭാവമാണ് ഗോപുവിന്. അവൻ താഴേക്ക് കുനിഞ്ഞ് എന്തോ എടുക്കാൻ ശ്രമിക്കുകയാണ്. ഇപ്പോൾ അവൻ്റെ കയ്യിൽ ചെറിയ കൗതുകമുള്ള 1-2 പുഴുക്കളുണ്ട്. ഗോപു ചുന്നിയുടെ കയ്യിലേക്ക് പുഴുക്കളെ വെച്ചുകൊണ്ട്, ഇന്നാ എടുത്തോ നിന്റെ പ്രിയപ്പെട്ട പുഴു, ഇനി ഒന്നാണയിട്ട്. ചുന്നി പുഞ്ചിരിയോടെ പുഴുക്കളെ കയ്യിൽ പിടിച്ചുകൊണ്ട്, എങ്ങനെയാണ് ഇടണം? ഇതാണ് തിരക്കഥ.
तो एक मूल कथा को पटकथा के रूप में बदलने के लिए कब कहाँ क्या कौन कौन പാത്ര പരിചയ ക്രിയാകലാപ് की सूचना के साथ സംവാദ് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ വെക്കണം. നിങ്ങളോട് ഇപ്പോൾ തിരക്കഥ എഴുതാൻ ആരും പറഞ്ഞിട്ടില്ല. ആ വരുൺ ഗ്രോവർ की ये पटकथा इसे बार बार പഠിയേ. ഈ പുസ്തകത്തിലെ ഈ തിരക്കഥയെ നിങ്ങൾ ആവർത്തിച്ച് പഠിക്കുക, പല തവണ വായിക്കുക, ആവർത്തിച്ച് വായിക്കുക. അപ്പോൾ ഈ 6 കാര്യങ്ങൾ അവിടെ കൃത്യമായി വന്നിരിക്കുന്നത് കാണാം. പതുക്കെ നമുക്ക് പടക്കഥയൊക്കെ എഴുതിയാൽ മതി. तो आपका वर्क घर में है, हम घर में रहकर आप एक वर्क कीजिए कि इस पटकथा को बार बार पढ़िए. पटकथा के तत्वों को सामने रखकर ഒരു കടലാസിൽ ഇത് കബ്ബ് കഹാം എന്നൊക്കെ ഒന്ന് എഴുതി അടുക്ക വെച്ചിട്ട് ബാർ ബാർ അപ് ഇസ് പട്കഥ കോ പഠിയേ, പലതവണ വായിച്ചാട്ടെ.